ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മളെ രേവതിയും സച്ചി വല്ലാത്ത സന്തോഷത്തിലാണ്. അവർ നല്ല സ്നേഹത്തിലോ ഒക്കെ കാണിക്കുന്ന നിമിഷങ്ങളൊക്കെ ആണ് കേട്ടോ കാണിക്കുന്നത്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് രേവതിയുടെ അമ്മ വരുന്നുണ്ട് കേട്ടോ. കുറേ സ്വീറ്റ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. രേവതി സച്ചിയുടെ വിവാഹ വാർഷികമല്ലേ, അപ്പോൾ അവരുടെ വിവാഹ വാർഷികത്തിന് കുറേ സ്വീറ്റ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഒരു തട്ടെടുക്കാൻ പറയുന്നുണ്ട്, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് തട്ടെടുക്കാൻ പറയണ കേട്ടാൽ തോന്നുന്നു 101 പവനും ഒരു ഡയമണ്ട് നെക്ലസാണ് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ രേവതി അമ്മാവനെ പറഞ്ഞ് അപമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ രവി ചന്ദ്രനോട് പറയുന്നുണ്ട്, നിൻ്റെ വീട്ടുകാർ എനിക്ക് ഇതൊക്കെയാണല്ലോ തന്നിട്ടുണ്ടല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇതൊക്കെയാണല്ലോ തന്നിട്ട്, ഒരു ഷർട്ട് തുണി പോലും എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രനോട് ചൂടാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി വരുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് രേവതിയുടെ അമ്മ എല്ലാ സ്വീറ്റ്സും ഒക്കെ നല്ല സന്തോഷത്തോടു കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറഞ്ഞു ഇതൊന്നും വേണ്ടിയിരുന്നില്ല അമ്മേ, നമ്മൾ തമ്മിൽ ഇത്ര ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ മോനെ, ഞാൻ എൻ്റെ മകന് ചെയ്യണ കടമേനെ നിനക്ക് ചെയ്യണുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയുടെ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് നിങ്ങളെ കണ്ടത്, രേവതിയുടെ അമ്മയായിട്ടല്ല എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം മകനായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്ര ഇതൊക്കെ നോക്കിയിട്ട് അവരെ തമ്മിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, ദേഷ്യം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ അന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള ചെമ്പനീർ പൂവിൻ്റെ വിശേഷം നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.